ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വെൽക്കം ടു മൈ ചാനൽ ഫ്ലാഷ് ഓഫ് ഇസ്ലാം. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഒരു അറബിക് കാലിഗ്രാഫി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എഴുതാൻ പോകുന്നത് അൽഹംദുലില്ലാ എന്ന അറബിക് കാലിഗ്രാഫിയാണ്. അപ്പോൾ ഞാൻ ചാനലിൽ ആദ്യമായിട്ടാണ് അറബിക് കാലിഗ്രാഫി വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടി അമർത്തുക. അപ്പോൾ നമ്മളിന്ന് ഇത് എഴുതാൻ പോകുന്നത് ആദ്യം പെൻസിൽ വെച്ച് എഴുതും, പിന്നെ അതിന് മുകളിലേക്ക് കലം കൊണ്ട് എഴുതുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കലം ഇല്ലെങ്കിൽ ഡബിൾ മെത്തേഡ് പെൻസിൽ ഉപയോഗിച്ച് ചെയ്താൽ മതി. ഡബിൾ മെത്തേഡ് പെൻസിൽ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ ഡബിൾ മെത്തേഡ് പെൻസിൽ ഉപയോഗിച്ച് എഴുതിയ ശേഷം പിന്നെ അതിൻ്റെ അകത്തേക്ക് മാർക്കർ കൊണ്ട് ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഗ്ലോസി ഷീറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗ്ലോസി ഷീറ്റ് ഇല്ലെങ്കിലും ചാർട്ട് പേപ്പറിൽ ആ നൈസ് വരുന്ന ഭാഗത്ത് എഴുതിയാൽ മതി, നല്ല രസമുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് A4 സൈസാണ്. അപ്പോൾ ഞാൻ ഇന്ന് എഴുതാൻ പോകുന്നത് അൽഹംദുലില്ലയാണ്. അപ്പോൾ അൽഹംദുലില്ലാൻ്റെ ഒരു റെഫറൻസ് ഇമേജ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്കും ഗൂഗിളിൽ നിന്ന് കിട്ടും. അത് സേവ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പെൻസിൽ കൊണ്ട് വരച്ചെടുക്കാം. ഞാൻ പെൻസിൽ കൊണ്ട് വരച്ചെടുക്കാൻ പോവുകയാണ്. പെൻസിൽ കൊണ്ട് വരച്ചെടുക്കാം. നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ വരച്ചെടുത്താൽ മതി. ഞാൻ വരച്ചത് സ്ക്രീനിൽ കാണണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഇന്ന് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കാലിഗ്രാഫി വീഡിയോ ഇടുന്നത്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഞാൻ ഇത് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ കലം കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ കലമില്ലെങ്കിൽ ഡബിൾ പെൻസിൽ ഉപയോഗിച്ച് ചെയ്താൽ മതി. ഡബിൾ പെൻസിൽ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, ഇത് ഇങ്ങനെ കുറച്ച് താഴെയും കുറച്ച് മീത്തയും വെച്ച് ഇവിടെ ടാപ്പ് കൊണ്ട് ചുറ്റിയാൽ മതി, അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് കൊണ്ട് ചുറ്റിയാൽ മതി. എന്നിട്ട് ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി. അതിൻ്റെ ഉള്ളിലേക്ക് മാർക്കർ കൊണ്ട് ഫില്ല് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് കലമാണ്. കലം ഉപയോഗിച്ച് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ ഇങ്ക് വെച്ച് എഴുതാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ക്യാമറ അടുത്താക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നുള്ളത് ബ്ലാക്ക് കളറാണ്. നിങ്ങൾക്ക് ബ്ലാക്ക് ഇല്ലെങ്കിൽ ഗ്രീൻ എടുക്കാം, അതുപോലെ ബ്ലൂ എടുക്കാം, അങ്ങനെ കുറച്ച് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ വലിയ കലം ഉപയോഗിച്ചാണ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് എഴുത്തിലേക്ക് കിടക്കാം. എൻ്റെ ഇങ്ക് നിങ്ങൾ നോക്കണ്ട, എൻ്റെ ഇങ്കിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആദ്യം എഴുതുന്നത് ഹാ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ആയിട്ട് നോക്കുക.
رجوتك عفوا ولا لي سوى ودمع يسيل على مصحفي به يصل الله صوف من أتى فتلك سجايا لقلب سليم إلى الله دوما تدور رحى فيا سعد من كان ഞാനിപ്പോൾ ദാലാണ് എഴുതാൻ പോകുന്നത്. ഇത് ഇവിടെ മീമായിട്ട് വരുന്നുണ്ട്. ഇനി ദാലിലേക്ക് കടക്കും. ദാലിലേക്ക് കടക്കുമ്പോൾ ചെറിയൊരു ചെരിവിലൂടെയാണ് നമുക്ക് കടക്കേണ്ടത്. സ്ട്രൈറ്റ് ലൈനോട് കൂടി ദാലിൻ്റെ ലൈന് പോകാൻ പാടില്ല. ചെറിയ ചെരിവ് വേണം. അപ്പം നമ്മൾ ദാലിൻ്റെ ലൈന് ചെരിവോട് കൂടിയിട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ദാലിൻ്റെ ഇത് എഴുതാം. നമ്മൾ ഈ റെഫറൻസ് ഇമേജ് നോക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം എഴുതേണ്ടത്. പിന്നെ കുറേ ആൾക്ക് ഡൗട്ട് ഉണ്ടാവും ഈ നുക്തയുടെ കണക്കൊന്നും ഇല്ലേന്ന്. അത് നമ്മളിങ്ങനെ കൂട്ടത്തോടെ എഴുതുമ്പോൾക്ക് നുക്തയുടെ കണക്കുകൾ എടുക്കാറില്ല. അത് ഓരോരോ അക്ഷരം വേറെ വേറെ ഒറ്റയ്ക്ക് എഴുതുമ്പോഴാണ് നമ്മുടെ നുക്തയുടെ അളവെടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ദാൽ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാന്നുള്ള ഇതാണ് എഴുതാൻ പോകുന്നത്. ശ്രദ്ധിച്ച് നേരെ നോക്കി എഴുതുന്നതാണ് നല്ലത്. നല്ല ഭംഗിയിൽ കിട്ടണം. നിങ്ങൾക്ക് ഞാൻ മുമ്പ് കാണിച്ചു തന്ന പോലെ ഡബിൾ മെത്തേഡ് പെൻസിൽ ഉപയോഗിച്ച് എഴുതി. അതുപോലെ ഇതിനകത്തേക്ക് മാർക്കർ കൊണ്ട് ഫില്ല് ചെയ്താൽ മതി. നല്ല ഭംഗിയുണ്ടാവും കാണാൻ. എൻ്റെ അടുത്ത് കലം ഉള്ളത് കൊണ്ടാണ് ഞാൻ കലം ഉപയോഗിച്ച് എഴുതുന്നത്. ഇനിയാണ് നമ്മൾ ശ്രദ്ധിച്ചെഴുതേണ്ടത്. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെയായി ഒരു വളവോട് കൂടിയുള്ള ഒരു ലൈനാണ് ഇനി അടുത്തതായി വരുന്നുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിടാ ലൈന്. എനിക്ക് തീർന്നത് ഒന്നും ഞാൻ നോക്കുന്നില്ല. ആദ്യം ഞാൻ അതുപോലെ ഒന്ന് ലൈൻ എടുത്തിട്ട് ഇടുന്നുണ്ട്. ഇടം വരെയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഇതിനെ കറക്റ്റായിട്ട് ഞാൻ വരക്കുന്നുണ്ട്. ഇങ്കിൻ്റെ കട്ടി കൂട്ടിയിട്ട് ഞാൻ എഴുതുന്നുണ്ട്. എൻ്റെ ഇങ്ക് ശരിയില്ലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ട്. കറക്റ്റ് ലൈനിലാണ് എഴുതേണ്ടത്. സ്ട്രെയിറ്റ് എഴുതണം. പിന്നെ എവിടെയാണ് നിങ്ങളുടെ പൊട്ടായത് അവിടെ നിങ്ങൾ പിന്നെയും അത് ശരിയാക്കാൻ നോക്കരുത്. അത് പിന്നെയും പൊട്ടാവുന്ന രീതിയിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. رجوتك عفوا ولا لي سوى
ودمع يسيل على مصحف به يصل الله صوفا أتى فتلك سجاة നമ്മൾ ഇത്ര എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ഇങ്ങനെ എടുത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ കാണുന്ന ഈ ലൈൻസാണ് നമുക്ക് എഴുതാനുള്ളത്. ഇവിടെ മുകളിൽ കാണുന്ന ലൈൻസാണ്, 2 അലിഫാണ് എഴുതാനുള്ളത്. ഇത് ശ്രദ്ധിച്ച് എഴുതേണ്ടതാണ്. അപ്പോൾ എഴുതാം. ഇവിടുന്നേക്കാണ് എഴുതേണ്ടത്. അത് നമ്മൾ ഇല്ലാണ്ട് എഴുതുകയാണ്. പിന്നെ നമ്മൾ ഇട്ട് എഴുതണം. അത് നമുക്ക് വഴി അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ തെറ്റിപ്പോവും. شغوف إلى ربه أحب رضاه أحب رضاه يظل يجيء إلى ربوة قرار ويسمو وذا مبتغى فلا لهو يثنيه عن سيره ولا جمع مال تغى الشهوات എനിക്ക് ശരിയില്ലാത്തതുകൊണ്ട് തട്ടിപ്പോകുന്നുണ്ട്. ഞാൻ ശരിയാക്കി എടുക്കാം. ലിങ്കിന്റെ ഈ മൂർച്ച, ഈ അഗ്രഭാഗം കൊണ്ട് നമുക്കത് ശരിയാക്കി എടുക്കാൻ പറ്റുന്നു. നിങ്ങൾക്കും അങ്ങനെയുള്ള ഭാഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ശരിയാക്കിയാൽ മതി. رجوتك عفوا ولا لي سوى ودمع يسيل على مصحف به يصل الله അപ്പോൾ നമ്മൾ ഈ എലിഫ് കറക്റ്റായിട്ട് എഴുതിയെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മൂർച്ചയുള്ള ഭാഗം കൊണ്ടാണ്. പിന്നെ ഞാൻ എൻ്റെ ഒരു ചെറിയ കലമിൽ ഒരു സൈഡ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഇതുപോലെ റഫായിട്ട് കിട്ടുന്ന സ്ഥലത്ത് ഇങ്ക് മുക്കി ഇവിടെ യോജിപ്പിച്ച് കൊടുത്താൽ മതി. കറക്റ്റ് പെന്ന് പോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും കലമിലാണ് എഴുതുന്നതെങ്കിൽ ഇതുപോലെ ഇതാക്കാം. പിന്നെ മാർക്കറിലാണ് എഴുതുന്നതെങ്കിൽ അതിൻ്റെ മൂർച്ചയുള്ള ഭാഗം കൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ അലിഫിൽ ഇങ്ങനെ എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു അലിഫും കൂടി വേണം. അത് ഈ അലിഫാണ്. ഒരു അലിഫും കൂടി നമുക്ക് എഴുതാനുണ്ടേന്. ഈ അലിഫാണ് നമുക്ക് എഴുതാനുള്ളത്. നമ്മൾ അത് എഴുതാം. നമ്മൾ എഴുതിയെടുക്കാം. ഇതുപോലെയുള്ള തെറ്റുകളാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ അതിനെ എഴുതി കൊളാക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഇതുപോലെ മൂർച്ചയുള്ള ഭാഗത്തോ അല്ലെങ്കിൽ ഇതുപോലെ ചെത്തിയെടുത്തിട്ടോ നിങ്ങൾ ഇത് ആ ബ്ലാങ്ക് ഫില്ലാക്കി കൊടുത്താൽ മതി. നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ നല്ല രസമായിട്ടുണ്ട്, കാണാൻ നല്ല ചുരുക്കായിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ചിഹ്നങ്ങൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒന്നുകൂടി കാണാൻ രസമാവും. അപ്പോൾ ഞാനിവിടെ അതിന് ഉപയോഗിക്കുന്നത് സ്മോൾ കലമാണ് ഞാൻ ഉപയോഗിച്ചിട്ട് ഇടുന്നുള്ളത്. അത് നമുക്ക് ഇവിടെയുള്ള ഇത് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇതിന് കണക്കൊന്നുമില്ല. കൂടുതൽ ഇട്ടാലാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുക ഫില്ല് ചെയ്യുമ്പോൾ. ഇട്ടിട്ടുണ്ട്. ഈ റെഫറൻസ് ഇമേജിൽ മാത്രം കാണുന്നത് മാത്രം ഇട്ട് കൊടുക്കണമെന്നായിരിക്കില്ല. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മദ്ദും അരിഫും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് അളവനുസരിച്ച്. ഇപ്പോൾ അള്ളാഹുവിന് മാത്രമാണ് ഇവിടെ ശ്രദ്ധ വരുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് ശ്രദ്ധ ഇട്ട് കൊടുക്കാം. പിന്നെ അലിഫെല്ലാം കൃത്യമായിട്ട് ഇടണം. ഇവിടെ ഒരു വരുന്നുണ്ട്. ഇതും നമുക്ക് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഞാൻ ഫോട്ടോ നോക്കിയിട്ടല്ല ഇടുന്നുള്ളത്. ഇത് നമുക്ക് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. شغوف إلى ربه أحب رضاه أحب لقاه يظل يجيء إلى ربوة قرار ويسمو على നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ വരച്ചെടുത്ത് ഫൈനലായിട്ട് കിട്ടിയ ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ടിനോ പിന്നെ അയൽവാസികളൊക്കെ ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോയുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.